ഹായ് നമസ്കാരം. ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊട്ടാരക്കര ഫെദേഴ്സ് ബേബി ലവ് എന്ന ഷോപ്പിലാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. നമുക്കറിയാം, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പണ്ട് പറയും, കുട്ടികൾ ജനിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് വേണ്ടുന്നുള്ള കുഞ്ഞുടുപ്പുകളും അവർക്ക് വേണ്ടുന്ന മറ്റ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പാടുള്ളൂ എന്നൊക്കെ നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ കാലമൊക്കെ മാറി, എല്ലാവരും ബിസി ലൈഫിലേക്കൊക്കെ മാറിയപ്പോഴത്തേന് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എന്താണ്, ഒരു പ്രസവ സമയം ഡേറ്റൊക്കെ അടുക്കുമ്പോഴത്തേന് കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ സാധനവും നമ്മൾ വാങ്ങി വെച്ച് അതെല്ലാം നല്ല കഴുകി വൃത്തിയാക്കി ഉണക്കി നമ്മൾ സൂക്ഷിക്കാറുണ്ട് അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മെറ്റേണിറ്റി കിറ്റാണ്. വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവമാണ്. നമുക്കറിയാം, നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിൽ നമ്മൾ ഓരോ ഷോപ്പിൽ കയറിയിട്ട് കുഞ്ഞിന് വേണ്ടുന്ന പിന്നെ കുട്ടി ഉടുപ്പ്, അതേപോലെ നാപ്കിൻ, അമ്മയ്ക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം പല ഷോപ്പിൽ കയറിയിട്ട് നമ്മൾ വാങ്ങാറുണ്ട്. ചിലപ്പോൾ അത് കിട്ടിയില്ല എന്നും വരും. അപ്പോൾ അതിനെയൊക്കെ ആ ഒരു ഇഷ്യൂസൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സ്പെഷ്യൽ സംഭവം. ഇതാണ് മെറ്റേണിറ്റി കിറ്റാണിത്. ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റീസാണ് ഞാനിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നോക്കുക, ഇത് വരുന്നത് തന്നെ ഒരു വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ബാഗിലാണ്, വളരെ ക്വാളിറ്റിയുള്ള ഒരു ബാഗിലാണ് ഇത് വരുന്നത്. അതേപോലെ തന്നെ ഇത് പിന്നെ നമുക്ക്, അതായത് ഈ ഒരു കിറ്റ് വാങ്ങിയിട്ട് അതിന് ശേഷം നമ്മുടെ പ്രസവം എല്ലാം കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം യാത്രകളൊക്കെ പോകും, കുഞ്ഞിനെ കൊണ്ട് പോകുന്നതൊക്കെ സമയത്ത് നമുക്ക് ഇതിന് കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് വെക്കാനുള്ള സ്പേസ് ഈ ബാഗിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ വളരെയധികം സ്പെഷ്യലായിട്ടുള്ളൊരു കാര്യം. നമുക്ക് നാപ്കിൻ വെക്കാം, കുഞ്ഞിൻ്റെ കുപ്പി വെക്കാം, അതുപോലെ കൊച്ചു കൊച്ചു ഉടുപ്പുകൾ, കുഞ്ഞുടുപ്പുകളൊക്കെ ഇതിനകത്ത് വെക്കാം. പിന്നെ നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ, കണ്ടോ. അതേപോലെ ഞാൻ നോക്കുമ്പോൾ തന്നെ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ഇതിനകത്ത് ഉള്ള ഒരു സ്പെഷ്യൽ കാര്യം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിനകത്ത് എന്തെല്ലാം സാധനം ഉണ്ടെന്ന് പറയാം. അപ്പം ആദ്യമായിട്ട് തന്നെ ഇതിനകത്തുള്ളത് ജബലയാണ് കേട്ടോ. ജബല എന്ന് പറഞ്ഞാൽ നമ്മുടെ പേരൊക്കെ പറയുമ്പോൾ കുറച്ച് ടഫായിട്ടൊക്കെ ചിലർക്ക് തോന്നുമെങ്കിലും നമ്മുടെ കുഞ്ഞുടുപ്പാണ് കേട്ടോ. കുട്ടിയുടുപ്പില്ലേ, പള്ളയുടുപ്പ് എന്ന് ചില സ്ഥലങ്ങളിൽ പള്ളയുടുപ്പ് എന്ന് പറയും. കുഞ്ഞുടുപ്പ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ടുണ്ടാക്കിയിട്ട് കുഞ്ഞിന് വളരെ സോഫ്റ്റായിട്ട് തന്നെ തോന്നുന്ന ഒരു പള്ളയുടുപ്പാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഫസ്റ്റ് ഇതൊരു ഒരു പാക്കറ്റിലാണ് വരുന്നത്. ഏകദേശം 5 എണ്ണം ഉണ്ടാവും. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഈ ഓരോരുത്തർക്കും കിട്ടുന്നത് ചിലപ്പം വേറെ വേറെ കമ്പനികളാവാം, കാരണം ഇത് ചില ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ പ്രോഡക്റ്റ്സുകളൊക്കെ വരാം. അപ്പോൾ ഇതിനകത്തിപ്പം മാംസ് ടോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയുടെ ജബലയാണ് ഇതിനകത്ത് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നല്ല സോഫ്റ്റായിട്ടുള്ള കുഞ്ഞുടുപ്പ്, വളരെ രസമുണ്ട് കേട്ടോ. പിന്നെ അടുത്തെന്ന് പറയുന്നത് നാപ്പി ക്ലോത്താണ് കേട്ടോ. നാപ്പി ക്ലോത്ത്, കുഞ്ഞിൻ്റെ ഡയപ്പർ കണ്ടോ, അതും വളരെ സോഫ്റ്റായിട്ടുള്ള ഡയപ്പറുമാണ്. ക്ലോത്ത് കൊണ്ടുണ്ടാക്കിയ ഡയപ്പർ വളരെ സോഫ്റ്റാണ്. അതും കുഞ്ഞിന് ഈ പറയുന്ന സ്ക്രാച്ചസും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല. നല്ല സുഖമായിട്ട് കുഞ്ഞ് കിടക്കും. നമ്മുടെ മറ്റ് പ്ലാസ്റ്റിക് കൊണ്ടൊക്കെ ഉണ്ടാക്കിയ സംഭവം എന്ന് വെച്ചാൽ കുറേ നേരം കഴിയുമ്പോഴത്തേന് കുഞ്ഞിൻ്റെ ആ ഭാഗങ്ങളിലെല്ലാം നല്ല സ്ക്രാച്ചസ് ഒക്കെ വരും. പിന്നെ നമുക്കറിയാമല്ലോ അതുണ്ടാക്കുന്ന ചൂട്, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒഴിവാക്കാനായിട്ട് നമുക്ക് ഒരു സംഭവം യൂസ് ചെയ്യാം. ഇതാണ് രണ്ടാമത്തെ സംഭവം. പിന്നെ ഒരു എന്താ പറയുക, മസ്ലിൻ ക്ലോത്താണ് കേട്ടോ. മസ്ലിൻ ക്ലോത്ത് എന്ന് പറയുമ്പോൾ നമുക്കിത് കുറേ യൂസ് ചെയ്യാം. ഒന്ന് കുഞ്ഞിനെ നമുക്ക് കുളിപ്പിച്ചിട്ട് നന്നായിട്ട് തോർത്തിയെടുക്കാനായിട്ട് സഹായിക്കും. അതായത് വേഗം ഇതിനകത്ത് വെള്ളം പിടിക്കും. മാത്രമല്ല നമുക്ക് കുഞ്ഞിനെ കെട്ടാം, അരയിൽ കെട്ടാമല്ലോ, തുണി കെട്ടുമല്ലോ നമ്മൾ, അങ്ങനെയായിട്ടും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. വളരെ സോഫ്റ്റായിട്ടുള്ള വളരെ ഹൈ ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അതാണ് അടുത്ത സംഭവം. ഇനി നോക്കാം. പിന്നെ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്ന 2 ഡ്രൈ ഷീറ്റുകളാണ്. നോക്കിയേ, ഡ്രൈ ഷീറ്റ് എല്ലാവർക്കും അറിയാൻ തോന്നും, ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാറുണ്ട്. കുഞ്ഞിൻ്റെ മൂത്രമൊക്കെ വീഴാതിരിക്കാൻ, അതായത് ബെഡിൽ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഞ്ഞിനെ ഇതിൻ്റെ മുകളിലേക്ക് കിടത്തി ആണ് മിക്ക വീടുകളിലും യൂസ് ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. 2 എണ്ണമാണ് ഈ കിറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് കഴുകി യൂസ് ചെയ്യാവുന്നതാണ്. ഒന്ന് കഴുകി ഇടുമ്പോൾ മറ്റേത് നമുക്ക് യൂസ് ചെയ്യാം. അതും നല്ല ഹൈ ക്വാളിറ്റി. ഇതിപ്പോൾ പോപ്പീസിൻ്റെതാണ്, പോപ്പീസ് കമ്പനിയുടേതാണ് ഇതിനകത്ത് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ചിലപ്പോൾ അത് വേറെ കമ്പനീസ് ആവാം, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ 2 എണ്ണമാണ് ഡ്രൈ ഷീറ്റിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. വളരെ ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. പിന്നെ ഒരു ടവലാണ് കേട്ടോ. ഒരു ടവൽ, നല്ല ഭംഗിയുള്ള ടവൽ, പല കളറിൽ കിട്ടും. നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടവൽ കുഞ്ഞിനെ പുതപ്പിച്ച് നമുക്ക് കൊണ്ടുപോകാം. ടവലൊക്കെ ഇഷ്ടം പോലെ നമുക്ക് ആവശ്യമുള്ള സംഭവമാണ് അല്ലേ. കുഞ്ഞിന് ഒരു ദിവസം തന്നെ 2-3 ടവലുകൾ നമ്മൾ മാറി മാറി യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതെല്ലാം നല്ല ക്വാളിറ്റി ക്ലോത്ത് കൊണ്ട് ഉണ്ടാക്കുകയാകുമ്പോൾ
കുഞ്ഞിന് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ടവലാണ് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത് വേറൊരു കമ്പനിയാണ്, ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. പിന്നെ ഒരു റാപ്പർ നമുക്കറിയാമോ, കുഞ്ഞിനെ കൊണ്ട് പുറത്തൊക്കെ പോകുന്ന സമയത്തോ അല്ലാതെ വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്താണെങ്കിൽ തന്നെയും കുഞ്ഞിനെ പൊതിഞ്ഞു വയ്ക്കാം അല്ലേ, തണുപ്പിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, കൊതുകിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നല്ല വീതിയുള്ള ഒരു റാപ്പറാണിത്. വളരെ ഭംഗിയുണ്ട്, പല കളറിൽ കിട്ടും, നല്ല സോഫ്റ്റുമാണ്. നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യം, നമ്മുടെ കുഞ്ഞുങ്ങളുടെ മെറ്റീരിയൽസ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല കെയർ വേണം. അത്തരത്തിലുള്ള ചൂടൊന്നും അധികം ഏൽക്കാത്ത നല്ല കുഞ്ഞിന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വേണം നമ്മൾ ചൂസ് ചെയ്തെടുക്കാനായിട്ട്. അടുത്തത് പിന്നെ വൈപ്സാണ്. വൈപ്സ് വളരെ പ്രയോജനപ്പെടുന്ന ഒരു സംഭവമാണ്, എല്ലാവർക്കും അറിയാം അല്ലേ. വെറ്റ് വൈപ്പ്, കുഞ്ഞിൻ്റെ നമ്മൾ പാലൊക്കെ കുടിച്ചിട്ട് കഴുത്തിൻ്റെ അവിടെ എല്ലാം തുടയ്ക്കുക എന്നുള്ളൊരു പരിപാടി നമ്മൾ ചെയ്യാറുണ്ട്. മിക്ക പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് തുണി കൊണ്ട് ഇങ്ങനെ തുടച്ച് ഒപ്പിയെടുക്കും. ഈ വെറ്റ് വൈപ്പ് ഉണ്ടെങ്കിൽ വളരെ സോഫ്റ്റായിട്ട് കുഞ്ഞിൻ്റെ ആ ഒരു കഴുത്തിൻ്റെ ഭാഗവും അതേപോലെ തന്നെ മൂത്രവും അതേപോലെ കുഞ്ഞ് മലമൊക്കെ നമുക്ക് തുടച്ചെടുക്കാവുന്നതാണ്. അപ്പം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ ഒരു വെറ്റ് വൈപ്പ് എന്ന് പറയുന്നത്. ഇത് മിമിയുടെ പ്രോഡക്റ്റാണ് കേട്ടോ ഇതിനകത്ത് ഇപ്പോൾ ഇരിക്കുന്നത്. ഓക്കെ, നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഒരു ക്യാപ്പ് സെറ്റാണ് കേട്ടോ. ഓക്കെ, ക്യാപ്പ് സെറ്റ് 2 ക്യാപ്പ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 2 ക്യാപ്പ് കുഞ്ഞിൻ്റെ തലയിൽ ഇങ്ങനെ വയ്ക്കാം. പിന്നെ ഒരു 2 മിറ്റൻസ്, അതൊക്കെ കയ്യിലിടാവുന്നതും പിന്നെ ബൂട്ടീസ് കാലിൽ വയ്ക്കാവുന്നതൊക്കെ ആയിട്ടുള്ള മിറ്റൻസും ബൂട്ടീസും ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ യൂസ്ഫുള്ളായിട്ടൊരു കിറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഒരു റബ്ബർ ഷീറ്റാണ്. ഓക്കെ, റബ്ബർ ഷീറ്റ് നല്ലൊരു ബോക്സിലൊക്കെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു റബ്ബർ ഷീറ്റ് കുഞ്ഞിനെ കുളിപ്പിക്കാൻ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ തന്നെ ബെഡിൻ്റെ അടിയിൽ വിരിച്ചിടാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമുക്ക് ഈ പ്ലാസ്റ്റിക്കിൻ്റെയൊക്കെ സംഭവങ്ങൾ നമ്മൾ വാങ്ങിച്ച് വയ്ക്കാറുണ്ട്, ക്വാളിറ്റി കുറഞ്ഞത്. അതാണ് കുറേ നാൾ കഴിയുമ്പോൾ വെള്ളം അതിൻ്റെ മുകളിൽ വീണിട്ട് അതെല്ലാം ഇങ്ങനെ ഊരി വരാറുണ്ട്. പിന്നീട് നമുക്കത് ഒട്ടും വെറുതെ കാശ് കൊടുത്ത് വാങ്ങാവുന്നതല്ലാതെ നമുക്കത് പിന്നെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഓക്കെ, നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. ഇങ്ങനെ ഒന്നും നശിച്ചു പോകുന്ന ഒരു ടൈപ്പ് അല്ല. അപ്പോൾ എനിക്കിത് ഈ ഒരു ബോക്സിൽ നമുക്ക് വേണമെങ്കിൽ ഉണക്കി പിന്നീട് സൂക്ഷിക്കാവുന്നതുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ബോക്സിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, കുഞ്ഞിന് മാത്രമല്ല, ഇപ്പോൾ അമ്മയ്ക്ക് ആവശ്യമായിട്ടുള്ള മെറ്റേണിറ്റി പ്രോഡക്ട്സുകളും ഇവിടെ അവൈലബിൾ ആണ്. അതായത് ഇപ്പം മെറ്റേണിറ്റി ഡ്രസ്സുകൾ നമുക്കറിയാം, 2 സൈഡിൽ സിബൊക്കെ ഉള്ള മെറ്റേണിറ്റി ഡ്രസ്സുകൾ അവൈലബിൾ ആണ്. കുഞ്ഞിന് പാലൊക്കെ കൊടുക്കാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിരിക്കും. അതേപോലൊക്കെ തന്നെ മെറ്റേണിറ്റി ഇന്നർ വെയേഴ്സ് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാവുന്ന, ആ ഒരു വേദന സമയത്തൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാവുന്ന മെറ്റേണിറ്റി ഇന്നർ വെയേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കിറ്റിനോടൊപ്പം നിങ്ങൾക്കതും അയച്ചു തരുന്നതാണ്. ഓക്കെ, ഇനി അടുത്തെന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടൊരു സംഭവമാണ്. കുട്ടിക്കുള്ളതല്ല, അമ്മയ്ക്കുള്ളതാണ്. നമുക്കറിയാം, പ്രസവശേഷം സ്ത്രീകൾ ഒരുപാട് ബ്ലീഡിംഗ് ഒക്കെ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട്, ഒരുപാട് ബ്ലീഡിംഗ് കാരണം ബുദ്ധിമുട്ടുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു മെറ്റേണിറ്റി പാഡ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള, ഹൈജീനിക് ആയിട്ടുള്ള, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, ഹൈലി അബ്സോർബൻ്റ് ആയിട്ടുള്ള ഒരു പാഡാണിത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു നല്ല വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ മെറ്റേണിറ്റി പാൻറ്റി ഉണ്ട്. അപ്പോൾ അത് അമ്മയ്ക്ക് വളരെയധികം സുഖം നൽകുന്നതാണ് കേട്ടോ. നമുക്കറിയാം, ഒരുപാട് വേദനകൾ നമ്മൾ അനുഭവിക്കാറുണ്ട്. അതിനൊക്കെ അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു മെറ്റീരിയൽ കൂടിയാണ്. അപ്പോൾ ഇത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതും നിങ്ങൾക്ക് കാണാം. ഇത്രയും സംഭവങ്ങളാണ് ഈ ഒരു മെറ്റേണിറ്റി കിറ്റിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് എങ്ങും പോകണ്ട, നമ്മൾ ഒരുപാട് കടകളിലൊന്നും കയറേണ്ട യാതൊരു ആവശ്യമില്ല. നേരെ എന്ത് ചെയ്താൽ മതി, ഇങ്ങനൊരു മെറ്റേണിറ്റി കിറ്റ് നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഇതിനകത്തുണ്ട്. പിന്നെ ഒരു ടെൻഷനും വേണ്ട, നേരെ ഹോസ്പിറ്റലിൽ പോയാൽ മാത്രം മതി. പിന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറയുന്നത് വളരെ ബജറ്റ് ഫ്രണ്ട്ലി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യലായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്ന സംഭവമാണ്. ആ കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്ന സംഭവമാണ് ഇതെല്ലാം. അപ്പോൾ അതിനനുസരിച്ച് വില അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഈ ഒരു കിറ്റിന്, ഇപ്പോൾ ഞാൻ കാണിച്ച ഒരു കിറ്റിന് 3300 പറയുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് വെക്കുന്ന കമ്പനി ബേസ് ചെയ്ത്, അത് ഓരോ പ്രോഡക്റ്റ് ഓരോ കമ്പനി ഉണ്ടല്ലോ, ക്വാളിറ്റി അനുസരിച്ചിട്ട് വില അങ്ങോട്ടോ ഇങ്ങോട്ടോ ചേഞ്ച് ആവുന്നതാണ്. എന്നാലും ഇത്രയും സാധനങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു മെറ്റേണിറ്റി കിറ്റിലുണ്ടാവും. ഇനി സപ്പോസ് നമുക്ക് ഇത്രയും സാധനങ്ങളുടെ കൂട്ടത്തിൽ മറ്റു ചില സാധനങ്ങളൂടെ വേണം എന്നുള്ള ഒരു സംഭവം നമുക്കുണ്ടാവും അല്ലേ, ഒരു ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ ഇത്രയും കിറ്റ് വാങ്ങിയ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള 1-2 സാധനങ്ങളൂടെ കസ്റ്റമൈസ് ചെയ്തെടുക്കാം. ഞാനൊന്ന് കാണിക്കാം. ഒന്ന്
നമ്മുടെ കുഞ്ഞിന് വേണ്ടുന്ന ഒരു ബേബി ബെഡാണ് കേട്ടോ. ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നതല്ല, കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്, എക്സ്ട്രാ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ബേബി ബെഡ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നമുക്കറിയാം നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കുഞ്ഞിനെ കൊണ്ട് പോകുന്ന സമയത്ത് വളരെ കംഫർട്ടബിളായിട്ട് കുട്ടിയെ കാറിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഇങ്ങനെ പിടിക്കാവുന്നതാണ് കേട്ടോ. വളരെ കംഫർട്ടബിളായിട്ടിരിക്കും കണ്ടോ. ഇത് നിവർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരു ബെഡായിട്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ് വീട്ടിലാണെങ്കിലും. അപ്പോൾ കുഞ്ഞിനെ നമുക്ക് സുരക്ഷിതമായി കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിൻ്റെ വളരെയധികം പ്രത്യേകത. ഈ ഒരു കിറ്റ് വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കത് ഈ പറയുന്ന സംഭവം എക്സ്ട്രാ ആയിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അപ്പം എന്ത് ചെയ്യും, പ്രൈസ് കുറച്ചും കൂടെ വ്യത്യാസം വരും. ഓക്കെ. പിന്നെ രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾക്ക് കുഞ്ഞിങ്ങനെ എല്ലാം ആവശ്യമുള്ള ഒരു നെറ്റ് ബെഡാണ്. കണ്ടോ സംഭവം, കണ്ടോ ഒരു തലാണയൊക്കെ ഉണ്ട്, കുഞ്ഞി തലാണയൊക്കെ ഉണ്ട്. നോക്കേ, ഈ നെറ്റ് ബെഡ് കൊതുക് ശല്യം കുഞ്ഞിനുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. നമുക്ക് ഒരു ന്യൂ ബോൺ ചൈൽഡിന് ഏറ്റവും ആവശ്യമുള്ളൊരു സംഭവമാണ് ഇന്നത്തെ കാലത്ത്, കാരണം കൊതുക് ശല്യം വളരെ കൂടുതലാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് വരുന്ന സംഭവങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ വളരെ ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കിറ്റാണ് ഈ സംഭവം. അതുകൊണ്ട് നല്ല ഹൈ ക്വാളിറ്റി ഒരു ബാഗും ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്കിത് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇത് പർച്ചേസ് ചെയ്യേണ്ട നമ്പർ വാട്സപ്പ് ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്യുക. നമ്പറിലേക്ക് താഴെ നിങ്ങൾക്ക് കാണാവുന്നതാണ് വാട്സപ്പ് നമ്പർ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക. ഓൺലൈനായിട്ട് നിങ്ങൾക്കിത് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ബേബി കിറ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ബൈ.